ഇപ്പോൾ MLA ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ശ്രീ എം ഷംസുദ്ദീൻ ഇവിടെ ആവശ്യപ്പെടുന്നു PK ശശിയോട് പാർട്ടിയിലേക്ക് വരാൻ. പക്ഷേ അവിടെ വലിയ എതിർപ്പുകൾ ഉയരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന് അതിൽ വലിയ താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിർബന്ധിച്ചാൽ വരുന്ന അവസ്ഥയിലാണോ PK ശശിയുടെ പാർട്ടിയിൽ ഇപ്പോഴത്തെ നിൽപ്പെന്നാണ് മനസ്സിലാക്കുന്നത്? അല്ല, അതിനെക്കുറിച്ച് ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു കമന്റ് പറയാൻ കഴിയില്ല. PK ശശിയും CPM തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ, പാർട്ടിയിൽ ചില നടപടികളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ടായല്ലോ. ഇത് സത്യത്തില് ഇപ്പോ ഈ പുതിയ വിവാദം CPM-ന്റെ മണ്ണാർക്കാടുള്ള ആളുകൾ ഉണ്ടാക്കിയതാണ്. ഒരു മുനിസിപ്പാലിറ്റിയുടെ ഒരു പരിപാടിക്ക് മണ്ണാർക്കാട്ടുകാരനായ ഒരാളെ, അതും KTDC-യുടെ ചെയർമാനാണ്, അദ്ദേഹത്തെ വിളിക്കുമ്പോ അതിന് അതിന്റെ പേരിൽ ബഹിഷ്കരണവും പ്രതിഷേധവും ഒക്കെ ആയിട്ട്. അല്ല, അങ്ങനെ ഒരാളെ പരിപാടിക്ക് വിളിച്ചത് എന്തുകൊണ്ടാണെന്നുള്ള സംശയം ഇതുവരെ മാറിയിട്ടില്ല. കാരണം പീഡന കേസൊക്കെ വന്ന സമയത്ത് ഏത് രീതിയിൽ പ്രതികരിച്ച ആളുകളാണ് അതേ ആളെ തന്നെ പരിപാടിക്ക് വിളിക്കുന്നത്. പരിപാടികളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹം CPM ആകുമ്പോഴും അതിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവുമുള്ള പൊതുപരിപാടികളിൽ ഇതിപ്പോ ലീഗിന്റെ പരിപാടിയല്ലല്ലോ, മുനിസിപ്പാലിറ്റിയുടെ പരിപാടിയല്ലേ. അപ്പൊ അതിന് വരുന്നതിനോട് വലിയ അസഹിഷ്ണുത കാണിച്ചതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ സത്യത്തിൽ ഇതിന്റെ കാരണം. അതിനിപ്പോ അദ്ദേഹം വന്നു, അത് അവരെ ആ രീതിയിൽ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ അതിനെതിരെ വർത്തമാനം പറയാനും പ്രതിഷേധം പറയാനും പോയിരുന്നില്ലെങ്കിൽ ഇതൊരു പ്രശ്നമേ ആകുമായിരുന്നില്ല. പിന്നെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഓരോരുത്തരാണ് തീരുമാനിക്കുന്നത്. ശശിയേട്ടൻ അവിടെ തുടരാൻ കഴിയാത്ത സ്ഥിതിയുണ്ടോ, വേറെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ, അത് വ്യക്തമല്ല. ഇനിയിപ്പോ PK ശശിക്ക് അവിടെ തുടരാൻ സാധിക്കുന്നില്ല എന്ന് കരുതുക ശ്രീ ഷംസുദ്ദീൻ. PK ശശിയെ കോൺഗ്രസിലേക്ക് എടുക്കുന്നതിൽ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, രാഷ്ട്രീയമായി ഒരു നിലപാട് അത് ശശിയേട്ടൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്. ഒരാളിപ്പോ കോൺഗ്രസിലേക്ക് വരുമ്പോ കോൺഗ്രസ് അതിനെ സ്വാഗതം ചെയ്തല്ലോ. നമ്മുടെ പാർലമെന്റ് അംഗം VK ശ്രീകണ്ഠൻ കോൺഗ്രസിലേക്ക് വരികയാണ്. അല്ല, ഇത് വെറും ഒരാളല്ല, കേസൊക്കെ ഉള്ള ആളാണല്ലോ. അല്ല, അതിപ്പോ ഓരോ സമയത്ത് രാഷ്ട്രീയ നിലപാടുകളല്ലേ ഇവിടെ നോക്കുന്നത്. രാഷ്ട്രീയ നിലപാടുകൾ ഇപ്പോ അൻവർ എങ്ങനെ നിന്നിരുന്ന ആളാ. അൻവർ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൻവറിന് പിണറായി സത്തോട് യോജിച്ച് നിൽക്കാൻ കഴിയില്ല. അൻവർ പുറത്തു പോകുന്നു. പിന്നെ അൻവർ UDF-ഉം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ സാഹചര്യങ്ങൾ വേറെ എന്നതുപോലെ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് അൻവറിനോടുള്ള സമീപനം ആയിരിക്കില്ലല്ലോ. എന്തായാലും അതായിരിക്കില്ല. അത് അൻവർ എടുത്ത കുറെ സ്റ്റാൻഡുകളും അതിന് ആ ഒരു സമീപനത്തിലേക്ക് എത്താൻ ഘടകമായിട്ടുണ്ട്. അൻവർ എടുത്ത കുറെ സ്റ്റാൻഡുകൾ, കോൺഗ്രസിന് കൊടുത്ത സീറ്റിൽ കോൺഗ്രസ് ആരെ മത്സരിപ്പിക്കണമെന്ന് പിന്നെ കോൺഗ്രസ് അല്ലേ തീരുമാനിക്കട്ടെ. അതിലൊക്കെ നമ്മൾ കയറി അഭിപ്രായം പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതുപോലെ PK ശശി ഒരു രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയാൽ ജനാധിപത്യ മുന്നണിക്ക് UDF-ന് അദ്ദേഹവുമായി യോജിച്ച്, അതായത് ഇപ്പൊ പന്ത് PK ശശിയുടെ കോർട്ടിലാണെന്നാണോ? അതെ, നിലപാട് വ്യക്തമാക്കേണ്ടത് അദ്ദേഹമാണ്. വളരെ നന്ദി ശ്രീ എം ഷംസുദ്ദീൻ പ്രതികരിച്ചതിന്. സാജിദ് അജ്മൽ വീണ്ടും ചേരുന്നുണ്ട്. സാജിദ്, അദ്ദേഹം പറഞ്ഞതുപോലെ PK ശശിയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ഇവർക്കാർക്കും വലിയ ബുദ്ധിമുട്ടില്ല, ഘടകകക്ഷികൾക്കാർക്കും എതിർപ്പില്ല. UDF-ലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് PK ശശിയെ പോലെ ഒരാളെ ഏറ്റെടുക്കുന്നതിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ജില്ലയിലെ CPM-ൽ അത് എത്രത്തോളം പ്രശ്നമുണ്ടാക്കും എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഈ കഴിഞ്ഞ ദിവസത്തെ CPM ഓഫീസിനെ CPM-കാരനെ ആക്രമിക്കുന്നതിനെ നമുക്ക് കാണേണ്ടതുണ്ടോ? ധന്യ, ഇന്നലെ രാത്രിയാണ് 9 മണിയോടുകൂടി ഒരു വ്യക്തി ബൈക്കിലെത്തുകയും CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ വെച്ച് പടക്കം പൊട്ടിക്കുകയും ചെയ്തത്. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് CPM അനുഭാവിയായ CPM-ന്റെ പ്രവർത്തകനായ ഒരു വ്യക്തി തന്നെയാണ് ഇത് എന്ന് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് പുല്ലുശ്ശേരി സ്വദേശിയായ അഷ്റഫിനെ കസ്റ്റഡിയിലെടുക്കുകയും അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രധാനമായും ഈ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, CPM-നകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, മനുഷ്യജീവന് ഭീഷണിയാകും വിധം അപകടമുണ്ടാക്കുക എന്നീ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഈ പടക്കം പൊട്ടിച്ചു ആക്രമണം നടത്തി എന്നുള്ളതാണ്. ഈ സ്ഫോടന വസ്തു കൈവശം വെച്ചത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് മണ്ണാർക്കാട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് PK ശശിയെ വലിയ ഒരു നേതാവായി കാണുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫാനായ വ്യക്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ കാര്യമായ ഭാരവാഹിത്വം ഇല്ലെങ്കിൽ കൂടി PK ശശിയുടെ അനുഭാവിയാണ്. ഈ കോൺഗ്രസും PK ശശിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് PK ശശിയെ മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ
സമരത്തെ അനുഭാവികളായ കുറെ ആളുകളുണ്ട്. അവരെ കൂടി ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഈ കോൺഗ്രസിനും UDF-നും ഉള്ളത്. അത് ഇനി ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. VK ശ്രീകണ്ഠൻ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇനി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള നേതാക്കളുടെ നിലപാട് കൂടി ഈ വിഷയത്തിൽ വളരെ പ്രധാനമായി വരും എന്നതിൽ സംശയമില്ല. ധന്യ. യെസ്, ഇത് സംസ്ഥാന നേതൃത്വത്തിലേക്കൊക്കെ ആലോചനകൾ കടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടിയാണ്. അത് രണ്ട് പാർട്ടികളെയും സംബന്ധിച്ച് CPM-നകത്ത് സ്വാഭാവികമായിട്ടും PK ശശി ഇങ്ങനെയൊരു കഴിഞ്ഞ ദിവസത്തെ ആ പ്രസംഗത്തിന് മുൻപ് തന്നെ ഒരു പക്ഷേ ചർച്ചകളും ആലോചനകളും ഇല്ലെങ്കിൽ എന്താണ് ശശിയുടെ നീക്കം എന്നൊക്കെ നിരീക്ഷിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് കോൺഗ്രസിന്റെ നേതൃതലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്? ഈ PK ശശി പോലുള്ളൊരു നേതാവ് വരികയാണെങ്കിൽ അത് ഗുണകരമാകും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹത്തെ എത്തിക്കാൻ കഴിയുമോ എന്നതിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഷൊർണൂർ മണ്ഡലം, ഒറ്റപ്പാലം മണ്ഡലം, ഈ മണ്ണാർക്കാട് നിലവിൽ തന്നെ UDF-ന്റെ കയ്യിലാണ്. ഇവയെല്ലാം തന്നെ വലിയ ഗുണം ഉണ്ടാകും എന്ന് ഇക്കാര്യമായി അവർ പ്രതീക്ഷിക്കുന്നു. അതായത് പാലക്കാട് ജില്ലയിലെ വിവിധ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഈ ശശിയെ സ്നേഹിക്കുന്ന, ശശിയുടെ പ്രസംഗങ്ങളെ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. അത്തരം വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ ഷൊർണൂർ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായിരുന്നു, MLA ആയിരുന്നു PK ശശി. അതുകൊണ്ട് തന്നെ ഈ ഷൊർണൂരിൽ ഒരിക്കലും കോൺഗ്രസിനോ UDF-നോ ഈ പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ് ഷൊർണൂർ, ഒറ്റപ്പാലം തുടങ്ങിയവ. അവിടെയെല്ലാം തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ചർച്ച. ഇനി ഈ സംസ്ഥാന തലത്തിൽ ഒരു നേതാക്കൾ ഒരു കൂടിയാലോചനയിലേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലായി ഉണ്ടാവാനാണ് സാധ്യത. യെസ്, സാജിദ, ഇത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പം നമുക്കറിയാം പലതരത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ വലിയ സമ്മർദ്ദത്തിൽ ആക്കിക്കൊണ്ടിരിക്കുന്നത്, പല അഭിപ്രായ പ്രകടനങ്ങളിലൂടെ. ഇന്നിപ്പോൾ നമ്മൾ കുര്യനെ കണ്ടു, കഴിഞ്ഞ ദിവസം ശശി തരൂരിനെ കണ്ടു. അപ്പോൾ CPM-ൽ നിന്ന് മാത്രമായിരുന്നു അത്തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇല്ലെങ്കിൽ മറ്റു മുന്നണിയിലേക്ക് ഒരു ചായ്വും ഒന്നും ഇതുവരെ കാണാതിരുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അത് എത്രത്തോളം സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്? പ്രത്യേകിച്ച് പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരാളാണ്, KTDC-യുടെ ഭാരവാഹിയായിട്ട് ിരിക്കുന്ന ആളാണ്. പാർട്ടിയിൽ തന്നെ ജില്ലയെ സംബന്ധിച്ച് വലിയ ഹോൾഡുള്ള ആളാണ്. അപ്പം തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് സായിദ് സൂചിപ്പിച്ചതുപോലെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുണ്ടാക്കുന്ന സമ്മർദ്ദം ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ച് എത്രത്തോളം വലുതാണ്? ഇന്നത്തെ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം കൂടി ചേർത്ത് വായിക്കുമ്പോൾ CPM നേതൃത്വം പൂർണ്ണമായി, ജില്ലയിലെ നേതൃത്വം, അത് ജില്ലാ സെക്രട്ടറി ആണെങ്കിലും MP രാജേഷ് ആണെങ്കിലും AK ബാലനാണെങ്കിലും അടക്കമുള്ള നേതാക്കൾ ഈ ശശി പോവുകയാണെങ്കിൽ പോകട്ടെ എന്നൊരു മൂഡിലാണ് ഉള്ളത്. കാരണം ഈ വിഷയം ചർച്ച ചെയ്ത് ഒരു ഒത്തുതീർപ്പിലേക്ക് പോകേണ്ടതില്ല എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം PK ശശി പിണറായി വിജയനുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ, അത് സാമ്പത്തിക ആരോപണമാകട്ടെ, ഈ ലൈംഗിക പീഡന പരാതിയായിരിക്കട്ടെ, ഇതെല്ലാം വന്ന സമയത്തും പിണറായി വിജയൻ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു തവണ MLA ആയി പിന്നീട് MLA സീറ്റ് നൽകിയില്ലെങ്കിലും KTDC ചെയർമാൻ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദവി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ ഗോവിന്ദൻ മാഷും പിണറായി വിജയനും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വിഷയം പരിഹരിക്കാൻ ശ്രമിക്കുമോ എന്ന കാര്യത്തിൽ ആണ് ഇനി അറിയേണ്ടതുള്ളത്. എന്തായാലും CPM-ന്റെ ജില്ലാ നേതൃത്വം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അതായത് PK ശശിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇപ്പോഴുള്ള ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അത് മന്ത്രി MP രാജേഷ് ആയാലും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആയാലും എല്ലാം തന്നെ ഉണ്ട്, വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അത് ഇനി PK ശശിയെ CPM-ൽ തന്നെ അടിയുറച്ച് നിർത്തണം എന്ന് സംസ്ഥാന നേതാക്കൾക്ക് ആഗ്രഹമുണ്ടാവുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടതുള്ളത്. അതായത് PK ശശി പോകുന്നത് ഒരു പ്രശ്നമല്ല, അത് എത്രയും വേഗമായിക്കോട്ടെ എന്ന മനസ്സാണ് മണ്ണാർക്കാട് ഏരിയയിലെ നേതൃത്വത്തിനടക്കം ഉള്ളത്. ശരി.